ഇഫെക്സ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ടാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിം എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഈ ഒരു സംഭവം കണ്ടോ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, UCLCയെ പറ്റിയൊക്കെ. അപ്പം UC കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമാണ്, കാരണം മാർക്കറ്റ് കയറുമ്പോഴത്തേക്ക് ഇതാണ് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ പ്രോഫിറ്റ്. കാരണം ഇത്ര % 3% പ്രോഫിറ്റിൽ, പിറ്റേ ദിവസം 3% പ്രോഫിറ്റിൽ. പക്ഷേ അത് റിവേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്കത് വിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പണി കിട്ടിയൊരു വീഡിയോ, അതായത് ഞാൻ എൻട്രി എടുത്തൊരു ചാർട്ടുണ്ട്, അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാര്യം അത് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ചാടി കയറിയത്. എനിക്ക് അന്ന് ഞാൻ ചെയ്തൊരു അബദ്ധം അത് ഇനി ഞാൻ ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. നിങ്ങൾ അതൊരിക്കലും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. പക്ഷെ അത് എന്തുകൊണ്ടും അത് നീണ്ടു പോകുന്നു. നമുക്ക് അതിനിടയ്ക്ക് ഒരുപാട് ചാർട്ടുകളൊക്കെ നമുക്ക് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാം, ഈ ചാർട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ പോകുന്നു. നമുക്കിത് കാണുമ്പോഴത്തേക്ക് അറിയാം, ഇതൊരു 2009 മുതലുള്ളൊരു ചാർട്ടാണിത്. 2009 നവംബർ മുതലുള്ളൊരു ചാർട്ടാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതൊരു ഓവറോളൊരു അപ്പിലോട്ട് തന്നെയുള്ളൊരു മൂവ്മെൻറ്റാണ്. നമുക്ക് ഒറ്റ വട്ടത്തിൽ തന്നെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, മുകളിലോട്ട് തന്നെ കിടക്കുന്നൊരു ചാർട്ടാണിത്. അപ്പം ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം, പ്രത്യേകിച്ചൊന്നും അടയാളപ്പെടുത്താൻ പറ്റാത്ത കാര്യമാണെങ്കിലും നമ്മൾ ഒന്ന് ശ്രമിക്കാം. അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നാണല്ലോ. ഇവിടെ ഒരു സപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്തു, പിന്നെ അതിനൊരു റെസിസ്റ്റൻസ് നമ്മളിപ്പം മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. കാരണം നമുക്ക് ഇതിനകത്ത് തന്നെ പല റെസിസ്റ്റൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, കണ്ടോ. പല റെസിസ്റ്റൻസുകൾ ഇതിനകത്തുണ്ട്. നമ്മൾ ഇതൊക്കെ തന്നെ പലപ്പോഴും ഇത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈനൊക്കെ പലപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ അതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് ഞാനത് വരയ്ക്കാത്തത്. നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഏരിയയ്ക്കൊക്കെ നല്ല പ്രാധാന്യമുണ്ട്. ഇത് പോട്ടെ, ഇപ്പം ഇനി അത് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. പിന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടൊക്കെ മുകളിലോട്ട് തന്നെ, ഇതൊക്കെ നല്ല മുകളിലോട്ടുള്ളൊരു പോക്കാണ്. അപ്പം ഇവിടാണ് ഒരു ബ്രേക്ക് ഔട്ട് വന്നേക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ഈ റെസിസ്റ്റൻസ് ഇപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് എടുത്തിട്ട് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും നമുക്കത് നോക്കാം. ഇത്രയേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇനി വേറൊരു കളർ നമുക്ക് കൊടുക്കാം. കാര്യം വേറൊന്നുമല്ല, ഫുള്ള് ഒരുമാതിരി അവതാർ കാണുന്ന പോലെ ഇരിക്കും. ഒരു റെഡ് കളർ കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് കണ്ട് ഇങ്ങനൊരു ലൈൻ, നമുക്കിതാ ഇങ്ങനെ വരയ്ക്കാം. അപ്പം നമുക്ക് കുറച്ച് സപ്പോർട്ടുകൾ, മാക്സിമം സപ്പോർട്ടുകൾ നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചു. അപ്പം ഇതിന് നമുക്കൊരു റെസിസ്റ്റൻസ് വരയ്ക്കാം. എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ക്ലിയറായിട്ട് ഞാൻ പറയാം, നിങ്ങളിത് വരച്ച് നോക്കുക, വരച്ച് തന്നെ പഠിക്കണം. അപ്പം ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ നമുക്കൊരു സേഫായിട്ടുള്ളൊരു എൻട്രി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വേറൊന്നുമല്ല, ഇവിടെ ഒരു വിക്ക് കിടക്കുന്നതുണ്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം എപ്പോഴും. സൂം ചെയ്യുക. ഇവിടെ ഒരു നല്ലൊരു സെൽ ഓഫ് കണ്ട് ഇവിടെ നടന്നിട്ടുണ്ട് കണ്ടോ. ആ ഒരു ഏരിയയിൽ നല്ലൊരു സെല്ലിങ് നടന്നിട്ടുണ്ട് കണ്ടോ. അവിടെ ഒരു ഇത് കിടക്കുന്നതുണ്ടോ, ഈ ഒരു നല്ല വിക്കുണ്ട് കണ്ടോ ആ ഏരിയയിൽ. അപ്പം ആ ഒരു ഏരിയയും കൂടെ നമ്മളൊന്ന് എപ്പോഴും നമ്മൾ പരിഗണിക്കണം. അതും ബ്രേക്കായി പോയാൽ മാത്രമേ ഇപ്പോൾ ഒരു എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളത് പരിഗണിക്കാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമ്മളതൊരു ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് പോവാം. ഡെയിലി പോകുമ്പോഴത്തേക്ക് ഉണ്ടാവും ഇത് ഈ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയ നമ്മൾ കടന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ. പ്രോപ്പറായിട്ട് അവിടെ നല്ലൊരു ബ്രേക്ക് അവിടെ നടന്നിട്ടുണ്ടോ, അത് നമുക്ക് നാളെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പം വീക്കിലിയിലാണ് കയറുന്നുണ്ടെങ്കിൽ ഓർക്കുക, വീക്കിലി ടൈം ഫ്രെയിം ഇപ്പോഴും ഒരു വീക്ക് കഴിഞ്ഞിട്ടേ നമുക്കത് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. അതൊരു ബ്രേക്ക് ഔട്ട് കൺഫർമേഷനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ. ഡെയിലി ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഞാൻ പറഞ്ഞില്ല, ഒരു വീക്കിലി ടൈം ഫ്രെയിം എന്തുകൊണ്ടാണ് ഒരു വീക്ക് കഴിയുമ്പോഴേ കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു വീക്ക് കഴിയുമ്പോഴത്തേക്ക്, അതായത് 5 ദിവസം അല്ലെങ്കിൽ ആ ഒരു ട്രേഡിംഗ് ഡേയ്സ് കഴിയുമ്പോൾ മാത്രമേ ക്യാൻഡിൽ ക്ലോസ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വെക്കാം. അത് ജസ്റ്റ് ചുമ്മാ എൻ്റെ സൗകര്യത്തിന് നിങ്ങൾ ജസ്റ്റ് ലൈൻ വെച്ചാലും മതി. ഞാൻ ഇടയ്ക്ക് മുകളിൽ ആഡ് ചെയ്തിട്ടേക്കുന്നുണ്ട്, അതൊക്കെ ചുമ്മാ ഇടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ഇത് കണ്ടോ,
അപ്പോൾ നമ്മൾ ഓർക്കുക, ഇവിടെ ജസ്റ്റ് ഒരു ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഇവിടെ നല്ല വോളിയം ഉണ്ട്, ഇവിടെ ഒരു ബ്രേക്ക് നടന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കുറേ UCLC ഒക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾ ബൈ ചാൻസ് കയ്യിൽ മേടിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. ചിലവർ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ചാർട്ട്, പക്ഷെ അത് എല്ലാ എമൗണ്ടും കൂടെ ഒരിക്കലും ഒരു ഷെയറിനകത്ത് ഇടാതിരിക്കുക. അതേ ഞാൻ പറയാറുള്ളൂ. എല്ലാ എമൗണ്ടും കൂടെ ഷെയറിനകത്തെന്ന് വെച്ചാൽ ഒരെണ്ണത്തിനകത്ത് ഇടാതിരിക്കുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് 10,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 10,000 രൂപ നിങ്ങളുടെ ക്യാപിറ്റലെങ്കിൽ അത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിടാറ്. 10,000 എന്നൊരു എമൗണ്ട് ഒരു ഷെയറിൽ ഇടാതിരിക്കുക. അത് ഏത് വലിയ കൊലകൊമ്പൻ ഷെയർ ആണെങ്കിലും ഒറ്റ ഷെയർ മാത്രം ഹോൾഡ് ചെയ്തിരിക്കുക. കാരണം ബൈ ചാൻസ് എത്ര വലിയ ഷെയർ ആണെങ്കിലും ഒരുപാട് ബ്ലൂ ചിപ്പുകളൊക്കെ പലപ്പോഴും എന്തായാലും ഒരു ബ്ലൂ ചിപ്പ് ഇടിയുമായിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ ബ്ലൂ ചിപ്പ് ഇടിയുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഏതൊരു കമ്പനിയിൽ നെഗറ്റീവ് വന്നാലും അത് ഒടുക്കത്തെ പോക്ക് താഴോട്ട് പോകും. നമ്മളിപ്പോൾ ഒരു സ്വിംഗ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോരം അത് ബ്ലോക്കായി പോകും നമ്മുടെ ക്യാപിറ്റൽ. മനസ്സിലായേ? അങ്ങനെ ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് അതാണ്. അപ്പം ഇവിടെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു റെസിസ്റ്റൻസിലോട്ടായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ആയി കഴിഞ്ഞാൽ തണ്ട് ഇത്ര ഒരു 100% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ വെച്ചെടുത്തത്. കാരണം മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് അവിടെയാണ് കിടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയും, നേരത്തെ ഇവിടെ മേടിച്ച് വെച്ചവർ, ഇവിടെ വാങ്ങിച്ചവരൊക്കെ വിൽക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചാടിക്കറി വിൽക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇവിടെ ഒരു ബ്രേക്ക് നടക്കാം, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും മുകളിലോട്ട്. ഞാൻ പറഞ്ഞു എപ്പോഴും അലർട്ട് ആകുന്നത് കൊണ്ട് ഈ ഒരു ലൈൻ, ഈ കാണുന്നൊരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ മാത്രമേ എപ്പോഴും ഒന്ന് അലേർട്ട് ആകുക. പിന്നെ അവർക്ക് അതിനകത്തൊരു എൻട്രി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് വലിയൊരു എമൗണ്ട് കൊണ്ട് എൻട്രി എടുക്കാതിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുമാതിരിപ്പെട്ട എത്ര വലിയ ഷെയർ ആണെങ്കിലും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ നല്ലൊരു ഗുഡ് ന്യൂസൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ UC ആയി പോകാറൊക്കെ ഉണ്ട്. അപ്പം ഒരു മോശം ന്യൂസ് വരുമ്പോഴത്തേക്കൊക്കെ LC ആകാറുണ്ട്. പക്ഷേ ഒരുപാട് ചില ഷെയറുകളുണ്ടല്ലോ, ഒരുപാട് UCLC എന്നൊക്കെ പറഞ്ഞ് വളരെ പെന്നി സ്റ്റോക്കുകളൊക്കെ കിടപ്പില്ലേ, അതിനകത്തൊന്നും പോയിട്ട് തല വെക്കാതിരിക്കുക. ഇപ്പം ഞാൻ ഇതിനകത്ത് കയറുന്നുണ്ടെന്ന് വെച്ചാൽ, ഞാൻ കയറാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് എൻ്റെ കയ്യിൽ റിസർവായിട്ട് ഇരിപ്പില്ല, അല്ല എൻ്റെ കയ്യിലിട്ട് ഇരിപ്പില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ട്രേഡിനകത്ത് കയറുന്നില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ഞാനിപ്പം വേറൊന്നും കൊണ്ടല്ല കയറാത്തത്. അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനത് ചെറുതാക്കി ഇങ്ങനെ വെക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് വരച്ച് നോക്കുക കേട്ടോ, ചുമ്മാ വീഡിയോ കണ്ടിട്ട് പോകല്ലേ. കാരണം എല്ലാവർക്കും അത് ഉപകാരപ്പെടണം. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇപ്പം കയ്യിലുള്ളവർക്കൂടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഐഡിയയും കൂടെ, എൻ്റെ ഒരു വ്യൂവും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാ വീഡിയോസും കാണുമ്പോഴത്തേക്ക് ഞാൻ പറയില്ല, ഇതേപോലെ അല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്തെല്ലാം ചെയ്യുന്നത്. മനസ്സിലായി? ഓരോ ചാർട്ടിനും ഓരോ കഥകളാണ്. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസ് കണ്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ എപ്പോഴും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ചെയ്ത് ഒരുപാട് പ്രോഫിറ്റബിൾ ട്രേഡർ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.